വെറും രണ്ട് മണിക്കൂറാണ് നീറ്റിൻ്റെ ആ തലേ ദിവസം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളത്. ടെൻഷനാണ്. കാര്യം നാളെ എക്സാമാണ്. 2 വർഷം പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നാളെ എങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരിക, നാളെ ഞാൻ പഠിച്ചിട്ടുള്ള ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ, ഞാൻ എത്രയും കാലം പഠിച്ചു, ആ ഒരു എത്രയും എഫേർട്ട് എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ്. രണ്ട് മണിക്കൂർ. അതിൻ്റെ തലേ ദിവസത്തെ ലൈവിലൊക്കെ നമ്മുടെ ഡയറക്ടേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് ഒക്കെ പറയും, നീറ്റിൻ്റെ ആ തലേ ദിവസം നിങ്ങൾ നീറ്റ് നാളെ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മര്യാദയ്ക്ക് ഉറങ്ങണം എന്നുള്ളത്. ഒരു 6+ hours, നോർമലി നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറിൽ നിങ്ങൾ മിനിമം ഉറങ്ങണം എന്നുള്ളതാണ്. ആ ഒരു ടൈമിലാണ് എനിക്ക് രണ്ട് മണിക്കൂർ എനിക്ക് ഉറക്കം കിട്ടിയത്. സോ ഇത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് മാറും. ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വളരെ വലിയൊരു മോട്ടിവേഷൻ വീഡിയോ ആയിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം യു വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ലാസ്റ്റ് 1 month ഉള്ളൂ, അടിപൊളിയായിട്ട് പഠിക്കണം. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ടെലഗ്രാം ചാനലിലും ഒക്കെ ജോയിൻ ചെയ്യുക. നീറ്റിൻ്റെ ഫ്രീ ഷോർട്ട് നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ 2023 നീറ്റിലാണ് നീറ്റാണ് എഴുതിയത്. ആക്ച്വലി ഞാൻ 2021 നീറ്റായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. 2021 +2 കഴിഞ്ഞത്. അതിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 21 എൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 254 മാർക്കാണ്. ഈ 254 മാർക്ക് കിട്ടി. ഇനി അതിനുശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു നീറ്റ് ജേർണി ഞാൻ പറയാം, വേറെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വേറെ വീഡിയോ ആണ്, നീറ്റിൻ്റെ തലേ ദിവസത്തെ കാര്യം. അങ്ങനെ 2022 നീറ്റ് എഴുതി. 2022 505 മാർക്ക്. 2023 നീറ്റാണ് പിന്നെ എഴുതിയത്. ഈ 2023 നീറ്റിൽ നമ്മളിപ്പോൾ നമ്മൾ നീറ്റ് എക്സാം നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ശരിക്കും ഉറങ്ങണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നേരത്തെ കടന്നു, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. പിന്നെ മാത്രമല്ല വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഫിസിക്സ് ഒന്നും ഇക്വേഷനെ റിവൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഫിസിക്സ് ജസ്റ്റ് പ്രോബ്ലം ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും ഞാൻ ഇക്വേഷൻ റിവൈസ് ചെയ്തിട്ടില്ല. ഇക്വേഷൻ റിവൈസ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്തത് അല്ലാത്ത പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത പ്രോബ്ലംസ് അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഇക്വേഷൻ ഉള്ളൂ. ചിലപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് നീറ്റിൽ ഞാൻ എഴുതിയ ടൈമിൽ ഞാൻ റിവൈസ് ചെയ്യാത്ത കാര്യം. അപ്പോൾ അത് റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഒരു നേരത്തെ കടന്നു. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം, എന്നാലേ സെൻറ്ററിലൊക്കെ എത്തി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്ക് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് ഒരു ഉറക്കം വരുന്നില്ല. വെറും 2 മണിക്കൂർ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാണ് ഇത്രയും കാലം പഠിച്ചു, ഇത്രയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, ടഫായിരിക്കുമോ. ഒരുപാട് എക്സാം നമ്മൾ ആൾറെഡി എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ആ നീറ്റിൻ്റെ തലേ ദിവസം ഉറക്കം കിട്ടിയിട്ടില്ല. പിന്നെ ഉറക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ എണീച്ചു. അപ്പം നീറ്റിൻ്റെ ആ ഡയറി എണീച്ചപ്പോഴും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വലിയൊരു സീനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. കാര്യം ഇന്ന് എക്സാമാണ്, നീറ്റ് എക്സാമിന് പോകണം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. കാര്യം അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അങ്ങനെ ഞാൻ നേരെ ഫിസിക്സ് ഒക്കെ ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ടോ അതോ അരമണിക്കൂർ കൊണ്ടൊക്കെയാണ് ഫിസിക്സ് എൻ്റെയർ സിലബസ് ഞാൻ റിവൈസ് ചെയ്തിട്ടുള്ളത്. റിവൈസ് ചെയ്യുന്നത് ജസ്റ്റ് ഇക്വേഷൻ വായിച്ചു വിടുക, അതിനുള്ള ടൈമേ ഉള്ളൂ. പിന്നെ എല്ലാ നോട്ടൊക്കെ എൻ്റെ ബാഗിൽ എടുത്തിട്ട് ഞാൻ ബൈക്ക് കൊണ്ട് നേരെ സെൻറ്ററിലോട്ട് പോയി എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട്. അങ്ങനെ സെൻട്രൽ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ എത്തി. അതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ടെൻഷനല്ല, ഈ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാൻ പറ്റിയ കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാൻ വീണ്ടും റിവൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റിവൈസ് ചെയ്തിട്ട് ഞാൻ പിന്നെന്ത് ചെയ്തു, നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറേണ്ട ടൈം വന്നു. അങ്ങനെ എക്സാം ഹാളിലേക്ക് കയറേണ്ട ടൈം വന്നപ്പോൾ എക്സാം ഹാളിലോട്ട് കയറി. അങ്ങനെ എക്സാം ഹാളിലോട്ട് എൻ്റർ ചെയ്തു. എക്സാം ഹാളിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ വീണ്ടും 1 മണിക്കൂർ ഫ്രീ ആയിരുന്നു. ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ, എങ്ങനെയായിരിക്കും എക്സാം. പിന്നെ ഒരു ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 വർഷത്തെ എഫേർട്ടാണിത്. എൻ്റെ 2 വർഷത്തെ എഫേർട്ട്. ഈ 2 വർഷത്തെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു അറ്റംപ്റ്റ് ഇല്ല എനിക്ക്. വീണ്ടും ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫൈനൽ അറ്റംപ്റ്റ് ആണ്. ഇതിൽ നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു കോളേജിൽ കയറും, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നീറ്റ് ഞാൻ എന്ത് ചെയ്യും, പിന്നെ എഴുതൂല. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി എക്സാമിലോട്ട് പോയി എക്സാം പേപ്പർ പൊട്ടിച്ചു. എക്സാം പേപ്പർ പൊട്ടിച്ചപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒറ്റൊരു നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇത് അത്ര സിമ്പിളൊന്നും അല്ല, കുറച്ച് ടഫായിരിക്കും എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ നോക്കുന്നത് ബയോളജിയാണ്. ബയോളജിയിൽ തന്നെ എനിക്ക് ഫസ്റ്റ് 4-5 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാത്തെന്ന് പറഞ്ഞാൽ അസൈഷൻ റീച്ചാണ്, കുറച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്.
എനിക്ക് മനസ്സിലായത് കുറച്ച് ചിന്തിക്കണം. അസർജൻ റീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെക്കാണ്. മാത്രമല്ല എനിക്കൊരു ഡൗട്ട്, ഇനി ഉറക്കം കിട്ടാത്തതുകൊണ്ടാണ് അതൊന്നും മര്യാദയ്ക്ക് കത്താത്ത. എനിക്ക് കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയാ, എക്സാം എഴുതി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഒരു 5-6 ക്വസ്റ്റ്യൻ റൗണ്ടാ കിട്ടിയില്ല. ഒക്കെ റൗണ്ട് ഇട്ട് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനോട് എഴുതി പോയി. പിന്നെ ഏകദേശം ബയോളജി ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാത്തുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായി. കാര്യം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പില്ല, ഒരു 75% അറിയില്ല ബയോളജിയിൽ കേട്ടോ. പിന്നെ അതിനുശേഷം കെമിസ്ട്രി കുഴപ്പമില്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ ഫിസിക്സ്, പിന്നെ ലാസ്റ്റ് ഫിസിക്സ് ഒക്കെ എത്തിയപ്പോൾ ടൈമില്ല, കുറഞ്ഞ ടൈമേ ഉള്ളൂ. ഈ കുറഞ്ഞ ടൈമിലുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ പെട്ടെന്ന് ചെയ്തു. പിന്നെ സെക്ഷൻ ബിയിലോട്ട് പോയി. ഫിസിക്സ് സെക്ഷൻ ബിയിലോട്ട് പോയപ്പോൾ, നിങ്ങൾക്ക് സെക്ഷൻ ബി ഇല്ല കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻ ഉള്ളല്ലോ. ഫിസിക്സ് സെക്ഷൻ ബിയിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് റേ ഒപ്റ്റിക്സ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെക്ഷൻ എയിലില്ല. അത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാര്യം റേ ഒപ്റ്റിക്സത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അത്ര തറവല്ല ചാപ്റ്ററിൽ, എന്നാലും കിട്ടും, ഒരുപാട് ടൈം ഇരുന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ സെക്ഷൻ ബിയിലായിരുന്നു. സെക്ഷൻ ബിയിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസാണ്. അതിൽ 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നത്. 10 ക്വസ്റ്റ്യനും റേ ഒപ്റ്റിക്സ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, എഴുതി. അങ്ങനെ ഫിസിക്സിനും കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടായിരുന്നു. പിന്നെ അടുത്ത റൗണ്ടിലോട്ട് പോയി. അങ്ങനെ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത റൗണ്ടിൽ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബയോളജി എല്ലാം കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒന്ന് റീഡ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഉണ്ടായിരുന്നു. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം റീഡ് ചെയ്തൊക്കെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻസ് അൺഅറ്റൻഡഡ് ഉള്ളൂ. എഴുതാത്ത ക്വസ്റ്റ്യൻസ് 2, അത് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല, ടെൻഷൻ, അതിന് ഭയങ്കര ടെൻഷൻ. പക്ഷേ എക്സാം പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ആ ടെൻഷനൊന്നുമില്ല. എക്സാം പേപ്പർ എഴുതൽ തുടങ്ങിയപ്പോൾ ആ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ എന്താ പറയുക എക്സാം എഴുതലാണ്. പിന്നെ ഉറക്കൊന്നും ബാധിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ അറ്റംപ്റ്റ് ആണ്, ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് എന്താ വെച്ചാൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും വിടാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. ഒരു 75% അറിയുന്നതെല്ലാം ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസിന്റെ പ്രശ്നം, അത് എനിക്കൊന്നും ഉറക്കം കിട്ടാത്തതിന്റെ ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം എന്നാണ്. ഉറക്കം കിട്ടാത്തതിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക പ്രശ്നമാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഉറപ്പില്ലല്ലോ, നീറ്റ് കിട്ടുന്നൊന്നും ഉറപ്പില്ല. അങ്ങനെ നേരെ നമ്മൾ എക്സാം ഹാളിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു ഭാരം ബോഡിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയ പോലെ, എന്തൊരു വെയിറ്റ് ബോഡിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്താ വെച്ചാൽ പിന്നെ 4 മാസം ഫ്രീ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഇനി 4 മാസം ഫ്രീ ആണ്. 4 മാസം അല്ലേ, 3 to 4 മാസം മിനിമം കിട്ടും. ഈ 4 മാസത്തിൽ നിങ്ങൾ പഠിക്കണോ വേണ്ട, ബുക്കേ എടുക്കണം, ഫുൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് ലാവിഷായിട്ട് കൂളായിട്ട് നടക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജിൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. അങ്ങനെ യൂട്യൂബ് നല്ല വീഡിയോസ് ഒക്കെ കാണുന്നു, എങ്ങനെ അഡ്മിഷൻ എടുക്കും, ഏത് കോളേജാണ് നല്ലത്, ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറയുന്നു, അവരുടെ സ്കോർ ചോദിക്കുന്നു. നമ്മൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ട് നമുക്ക് വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങൾ വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. അങ്ങനെ ഇനിയിപ്പം നമുക്ക് ആ സ്കോർ വെച്ചിട്ട് ഏത് കോളേജാണ് നമ്മൾ നോക്കും. കോളേജ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ആലപ്പുഴ മഞ്ചേരി മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഞ്ചേരി തന്നെ ചൂസ് ചെയ്തത്. നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കും, GMC മഞ്ചേരി ക്യാമ്പസ് ടൂർ, അല്ലെങ്കിൽ കോളേജിൻ്റെ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഇത് അടിച്ചു നോക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് യു വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കോളേജിലോട്ട് കയറണം. കാര്യം 4 മാസം ലീവ് നമുക്ക് മടക്കും ശരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് കോളേജിലോട്ട് കയറണം. അപ്പോൾ അങ്ങനെ കോളേജിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പിന്നെ അതൊക്കെ നല്ല രസം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കോളേജിൽ കയറി, കോളേജിൽ ഓരോ ഫ്രഷേഴ്സ്, ഒരുപാട് പ്രോഗ്രാംസ്. പിന്നെ ഫസ്റ്റത്തെ 2 ആഴ്ച ബുക്ക് എടുക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിരിക്കും. പിന്നെ നിങ്ങൾ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാട്ടമി, ഡിസെക്ഷൻ, അതൊക്കെ മെന്റലി നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. കാര്യം തലേ ദിവസം എനിക്ക് 2 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ 2 മണിക്കൂർ ഉറങ്ങിയിട്ട് എന്നെ നീറ്റിനൊന്നും എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ ഉറങ്ങി, സത്യം പറഞ്ഞാൽ നിങ്ങൾ 2 മണിക്കൂർ ഉറങ്ങുന്നല്ല, ഏകദേശം ഒരു 6 മണിക്കൂറോളം നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയുള്ളൂ, ഈ ടെൻഷൻ്റെ കാര്യം കൊണ്ടൊക്കെ. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഉറങ്ങാൻ നോക്കുക. എന്നാലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ഒരു ജേർണി നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും അവർ ഇരുന്നിട്ട് അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. യാതൊരു തടസ്സങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് അതാ മനസ്സിലായത്. നമ്മൾ എത്രത്തോളം എഫേർട്ടാണോ എടുത്തിട്ടുള്ളത് അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 1 മന്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ
അടിപൊളിയായിട്ട് പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്ത് പോവുക. 2 ഇൻസ്റ്റിറ്റ്യൂട്ടത്തെ എക്സാം കമ്പൈൻ അത് പാരലായിട്ട് എഴുതാൻ പാടില്ല. കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടത്തെ ഇന്നലത്തെ എക്സാം ടഫാണെങ്കിൽ ഇന്നത്തെ എക്സാം ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ നാളത്തെ എക്സാം ചിലപ്പോൾ ടഫായിരിക്കും, അതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്നലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം എഴുതിയത് സിമ്പിൾ ആയിരുന്നു, പിന്നെ ഇന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം എഴുതി അതും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫ്നെസ്സിൻ്റെ ലെവൽ മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ അതൊരു നല്ല മെത്തേഡല്ല ശരിക്കും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. തീർച്ചയായിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ജേർണി. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. ഡേ ബിഫോർ നീറ്റ് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ബയോളജി ഫുൾ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾ ബയോളജി ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന ഫുൾ ചാപ്റ്റർ റീഡ് ചെയ്യല്ല, ജസ്റ്റ് എല്ലാ പേജും ജസ്റ്റ് മറിച്ച് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഒരു 5 മണിക്കൂർ, ഒരു 3-4 മണിക്കൂർ കൊണ്ട് തീരും. ഓർഗാനിക് NCERT ഫുൾ റീഡ് ചെയ്യുക, അതായത് ഈ റിയാക്ഷൻസ് മാത്രം, അതും ഒരു മണിക്കൂർ കൊണ്ട് തീരും. പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം നോക്കുക. ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഏകദേശം റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.